കൽക്കരി അഴിമതി സംബന്ധിച്ച CBI റിപ്പോർട്ടിൽ ഇടപെട്ടതിന് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശം. കേന്ദ്ര സർക്കാരിന് വിശ്വാസച്ചോർച്ച സംഭവിച്ചുവെന്ന് സുപ്രീം കോടതി. സർക്കാർ നിലപാട് മൊത്തം ഭരണ സംവിധാനത്തിന്റെ തകർച്ചയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. CBI സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വെളിപ്പെടുത്തലുകൾ അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകൾക്ക് ഇളക്കം തട്ടുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. CBIയുടെ അന്വേഷണം സ്വതന്ത്രമാകണമായിരുന്നുവെന്നും കോടതി പറഞ്ഞു. നേരത്തെ റിപ്പോർട്ട് കണ്ട കാര്യം എന്തുകൊണ്ടാണ് സർക്കാർ മറച്ചുവെച്ചതെന്നും കോടതി ചോദിച്ചു. രാഷ്ട്രീയക്കാരുടെ താൽപര്യം സംരക്ഷിക്കേണ്ട ചുമതല CBIക്കില്ല, സ്വതന്ത്ര അന്വേഷണ ഏജൻസിയായി വർത്തിക്കണം. To ensure that the CBI, at least for the future, becomes totally independent of the government and the government is not capable of influencing the CBI in any investigation. കൽക്കരി അഴിമതി അന്വേഷണ റിപ്പോർട്ടിൽ എവിടെയൊക്കെ ആരൊക്കെ തിരുത്തൽ വരുത്തിയെന്നുള്ള കാര്യത്തിൽ സത്യവാങ്മൂലം നൽകാൻ CBIയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മെയ് 6 സത്യവാങ്മൂലം നൽകേണ്ടത്. റിപ്പോർട്ടിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടായെന്ന് വെളിപ്പെട്ടാൽ അത് സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കും. ജനാധിപത്യ രാജ്യത്ത് സർക്കാർ വിശ്വാസവഞ്ചന കാട്ടിയെന്നാണ് സുപ്രീം കോടതി UPA സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകാനാണ് സാധ്യത. ന്യൂഡൽഹിയിൽ നിന്നും ലിജോ വർഗീസ്, മീഡിയ 1. കൽക്കരിപ്പാടം അഴിമതി കേസിലെ സുപ്രീം കോടതി നിരീക്ഷണങ്ങൾ സർക്കാരിനെ രാഷ്ട്രീയമായും ഭരണപരമായും പ്രതിസന്ധിയിലാക്കി. CBIയെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ ശക്തി പകർന്നു. ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളുണ്ടായ സാഹചര്യത്തിൽ സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാലാവധി തീരാൻ 1 വർഷം ശേഷിക്കെ സർക്കാരിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഉന്നത നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാരിന് കഴിയില്ല. CBI റിപ്പോർട്ട് തിരുത്തിയെന്ന ആരോപണം പുറത്തു വന്നപ്പോൾ മുതൽ പ്രധാനമന്ത്രിയുടെയും നിയമമന്ത്രിയുടെയും രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. സുപ്രീം കോടതിയുടെ പരാമർശം കൂടി വന്നതോടെ സർക്കാർ ഇനി എന്തു ചെയ്യുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിയമമന്ത്രി രാജിവെച്ച് പ്രശ്നം ലഘൂകരിക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയപരമായ പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ കാത്തുനിൽക്കാമെന്നാണ് വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് വ്യക്തമാക്കിയിരിക്കുന്നത്. On sub judice matters, I'm not going to speak. Let the court pronounce. We will bow to the pronouncement of the court. But let the court pronounce. Abhi to, ball by ball commentary nahi karni chahiye. സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ SP, BSP എന്നീ കക്ഷികളുടെ നിലപാടും നിർണായകമാണ്. നിലവിലെ വിഷയത്തിൽ പുറത്തുനിന്നുള്ള പിന്തുണ SP-യും BSP-യും പിൻവലിച്ചാൽ അടിയന്തരമായി രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. ഇത് കോൺഗ്രസിന് പ്രയോജനം ചെയ്യില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മീഡിയ 1, ഡൽഹി. കൽക്കരി ഖനനം അഴിമതി സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവാദങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ രാജിക്ക് വരെ കാരണമായേക്കാവുന്ന വിഷയമായി മാറിയിരിക്കുന്നു. എന്താണ് കൽക്കരി ഖനന വിഷയത്തിൽ ചരിത്രം? നമുക്ക് ആ ചരിത്രം പരിശോധിക്കാം. 1973 അതായത് 70കളുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണസമയത്ത് ബാങ്കുകളും തപാലും ദേശസാൽക്കരിച്ച ആ കാലത്താണ് കൽക്കരി ഖനനവും ദേശസാൽക്കരിച്ചത്. കൽക്കരി ഖനനം സർക്കാർ നേരിട്ടേറ്റെടുത്തു. 1976 ഖനനത്തിന് വീണ്ടും സ്വകാര്യ മേഖല എത്തുന്നു. 1993 മുതൽ 2005 വരെ 41 സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ ലൈസൻസ് അനുവദിക്കുന്നു. ഒപ്പം തന്നെ 29 സർക്കാർ കമ്പനികൾക്കും ലൈസൻസ് അനുവദിക്കുന്നു. ഇനി 2006 മുതൽ 2009 വരെ സ്വകാര്യ കമ്പനികൾക്ക് 75 ലൈസൻസ്, ഒപ്പം തന്നെ പൊതുമേഖലയിൽ 70 ലൈസൻസും സർക്കാർ അനുവദിച്ചു. ലേലം നടത്താതെയാണ് ഇവ സർക്കാർ നൽകിയത്. എന്താണ് കൽക്കരി വിവാദം? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ. 10.67 ലക്ഷം കോടിയുടെ നഷ്ടം സർക്കാരിനുണ്ടായി കൽക്കരി പാടം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയിൽ എന്നതാണ് CAGയുടെ കണ്ടെത്തൽ. ടാറ്റ, ജിൻഡൽ, അബ്ജിത്ത്, ആദിത്യ ബിർള, അദാനി, SR, മിത്തൽ, ലാൻകോ തുടങ്ങിയ വൻകിട കമ്പനികൾ ഇതിന്റെ ഗുണഭോക്താക്കളായി. NTPC, MMTC എന്നിവയും ഇതിൽ നേട്ടമുണ്ടാക്കി. വിവിധ സംസ്ഥാനങ്ങളിലെ കോർപ്പറേഷനുകൾക്കും മെച്ചമുണ്ടായി എന്ന് CAG പറയുന്നു. റിലയൻസ് പവറിന് പ്രത്യേക അവകാശമുള്ള 12 കൽക്കരി പാടങ്ങൾ. CAG റിപ്പോർട്ടിൽ ഇവയുടെ വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. 25 വർഷം കൊണ്ട് ഈ കമ്പനിക്ക് 15,849 കോടി രൂപയുടെ ആനുകൂല്യം ലഭ്യമാകും എന്നാണ് കണക്ക്. ഖനി അനുവദിക്കുന്നതിൽ സുതാര്യമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് CAG ചൂണ്ടിക്കാട്ടുന്നു. CAG ചൂണ്ടിക്കാട്ടിയ പിഴവുകളിൽ ഏറ്റവും പ്രധാനമാണ് ഖനി അനുവദിക്കുന്നതിൽ സുതാര്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത്. അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് സ്വീകരിച്ച മാനദണ്ഡങ്ങൾ വ്യക്തവുമല്ല.
മന്ത്രിമാരും കൽക്കരി സമൃദ്ധമായ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി ലോബിയിങ് നടത്തി എന്ന് CAG ചൂണ്ടിക്കാട്ടുന്നു. ഖനനത്തിന് ഭൗതിക സൗകര്യങ്ങൾ ഇല്ലാത്ത കമ്പനികൾക്ക് കൂടി ലൈസൻസ് അനുവദിച്ചുവെന്നും CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കൽക്കരി അഴിമതി കേസിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ ഇറങ്ങിപ്പോക്കിനിടെ ധനകാര്യ ബിൽ പാസാക്കി. ഇതോടെ ബില്ലുമായി ബന്ധപ്പെട്ട ഭരണഘടനാ പ്രതിസന്ധി ഒഴിവായി. ധനകാര്യ ബില്ല് പാസാക്കാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം മുൻകൂട്ടി ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇന്ന് പാർലമെന്റ് ചേർന്നത്. എന്നാൽ തുടർച്ചയായ 7ാം ദിവസവും സഭയിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. തുടർന്ന് ഇരുസഭകളും നിർത്തിവെച്ചു. 12 മണിക്ക് വീണ്ടും സഭ ചേർന്നയുടനെ BJP അംഗങ്ങൾ ബഹളം വെച്ചു. അതോടെ രാജ്യസഭ വീണ്ടും പിരിഞ്ഞു. കൽക്കരിപ്പാടം അഴിമതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമുന്നയിച്ച സാഹചര്യത്തിൽ സഭ വീണ്ടും പ്രക്ഷുബ്ധമായി. ചരിത്രത്തിലെ ഏറ്റവും മോശം സർക്കാരാണിതെന്നും ഭരണത്തിൽ തുടരാൻ ഈ സർക്കാരിന് അർഹതയില്ലെന്നും സുഷമ സ്വരാജ് തുറന്നടിച്ചു. 2G पर PSC की रिपोर्ट को हुड़दंग करके इन्होंने वो रिपोर्ट रुकवाई. 2G पर गठित JPC की रिपोर्ट इन्होंने तथ्यों के विपरीत तैयार करवाई और कोयला घोटाले की CBI की जांच रिपोर्ट मंत्री ने कमरे में बुलाकर बदलवाई. इसके बाद ये सरकार एक मिनट भी अपने पद पर बचने का अधिकार नहीं रखती है. വിശ്വാസ്യത നഷ്ടപ്പെട്ട സർക്കാർ തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദിയെന്ന് ശരത് യാദവ് കുറ്റപ്പെടുത്തി. ഉത്തരവാദിത്തമില്ലാത്തൊരു സർക്കാർ കാരണം സഭ തടസ്സപ്പെടുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് ഗുരുദാസ് ദാസ് ഗുപ്ത പറഞ്ഞത്. എന്നാൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നിട്ടില്ലെന്നാണ് കേന്ദ്രമന്ത്രി കമൽനാഥ് ആശ്വസിച്ചത്. ബഹളത്തിനിടയിൽ ബില്ല് ചർച്ച കൂടാതെ പാസാക്കാനായതാണ് സർക്കാരിന് ആശ്വാസമായത്. പരമോന്നത നീതിപീഠം കേന്ദ്ര സർക്കാരിനെതിരെ നിശിത വിമർശനമുന്നയിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷം പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. ഒരേ സമയം നിയമപ്രതിസന്ധിയും ഭരണഘടനാപരമായ പ്രതിസന്ധിയും അനുഭവിക്കുന്ന സർക്കാരിന് മുമ്പിൽ ഇനിയുള്ള നാളുകൾ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ ദിനങ്ങളാണ്. ന്യൂഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ പ്രമോദിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹരൻ പി റാവൽ രാജിവെച്ചു. കൽക്കരി കേസിൽ CBIക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ആദ്യം ഹാജരായത് ഹരേനായിരുന്നു. സുപ്രീം കോടതിയുടെ പരാമർശത്തെ തുടർന്ന് CBIക്ക് വേണ്ടി ഹാജരാകുന്നതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് രാജി. സുപ്രീം കോടതി പരാമർശത്തെ തുടർന്ന് നിയമമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജിവെക്കുന്നത്. ഈ കേസിൽ അറ്റോർണി ജനറലായ ഗുലാൻ ഇവാഹൻവതി തന്നെ ബലിയാടാക്കുന്നുവെന്നാണ് ഹരൻ റാവലിന്റെ ആരോപണം. കേസിൽ അറ്റോർണി ജനറൽ അനാവശ്യമായി ഇടപെടുന്നതായി നേരത്തെ പരാതിയുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പോൾ CBIയുടെ റിപ്പോർട്ട് സർക്കാർ പ്രതിനിധികൾ കണ്ടില്ലെന്ന് ഹരൻ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് CBI ഡയറക്ടർ രഞ്ജിത് സിൻഹ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതോടെ കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോര് കൂടുതൽ വ്യക്തമായി. നിയമമന്ത്രിയും CBIയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഹരൻ അറ്റോർണി ജനറലിനയച്ച കത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ കത്ത് വിവാദവുമായി. ഇതിനിടെയാണ് ഹരന്റെ രാജി. മീഡിയ 1, ഡൽഹി. CBI സ്വതന്ത്ര സ്ഥാപനമല്ലെന്ന് CBI ഡയറക്ടർ. താൻ സർക്കാരിന്റെ ഭാഗമാണ്. രാഷ്ട്രീയ സമ്മർദ്ദത്തെക്കുറിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും CBI ഡയറക്ടർ രഞ്ജിത് സിൻഹ പറഞ്ഞു. പുറത്തുള്ളവരോട് റിപ്പോർട്ട് പങ്കുവച്ചിട്ടില്ലെന്നും നിയമമന്ത്രിയോട് മാത്രമാണ് വിവരങ്ങൾ പങ്കുവച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. CBIയുടെ ആർജവത്തെ സുപ്രീം കോടതി ചോദ്യം ചെയ്തില്ലെന്നും CBI ഡയറക്ടർ രഞ്ജിത് സിൻഹ പറഞ്ഞു. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ AICC സെക്രട്ടറി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ടെലിഫോൺ ലൈനിൽ, BJP ദേശീയ നിർവാഹക സമിതി അംഗം MT രമേശ് കോഴിക്കോട്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് കൊച്ചിയിൽ, CPIM MP P കരുണാകരൻ, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ AS സുരേഷ് കുമാർ എന്നിവർ ഡൽഹിയിൽ നിന്ന് ചേരും. ഫോർവേഡ് ബ്ലോക്കിന്റെ ജനറൽ സെക്രട്ടറി G ദേവരാജനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക് സുപ്രീം കോടതിയിൽ നിന്നും വിമർശനം ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഇതിനു മുൻപുണ്ടായിട്ടില്ല. കോൺഗ്രസിന് അധികാരത്തിൽ തുടരാൻ ഇനി എന്ത് ന്യായീകരണമാണ് ഉള്ളത്? യഥാർത്ഥത്തില് കോൺഗ്രസിന് അധികാരത്തിൽ തുടരാൻ എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കോടതിയുടെ പരാമർശം സ്വാഭാവികവും അതൊരു സത്യത്തിൽ സ്വാഗതാർഹവുമാണ് എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. ഒരു കേസ് അന്വേഷണത്തില് അന്വേഷണ ഏജൻസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുണ്ടായാല്
അത് നേരെ ചൊവ്വെ നയിക്കുവാൻ നിയമവ്യവസ്ഥയ്ക്ക് ബാധ്യതയുണ്ട്. അപ്പൊ ഈ കേസിൽ മാത്രമല്ല നിരവധി കേസുകളിൽ കോടതി അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലും എല്ലാ കാലത്തും കോടതികളെ മാനിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലും ഈ കോടതിയുടെ നിരീക്ഷണത്തെ സത്യസന്ധമായും ആ കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്നും സുപ്രീം കോടതിയുടെ ഇത്തരം നിരീക്ഷണങ്ങളെ കോൺഗ്രസ് മാനിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിയമമന്ത്രിയെ സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ളതാണ്. 2006-2009 കാലഘട്ടത്തിൽ ഖനി മന്ത്രാലയ വകുപ്പിന്റെ ചുമതല ഇന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഉള്ളപ്പോൾ നടന്ന അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ കണ്ടിരുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നത് CBIയുടെ സത്യവാങ്മൂലത്തിൽ അത് വെളിപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾക്ക് ചോർച്ച സംഭവിക്കുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു നിയമമന്ത്രി ഇതുവരെ ചെയ്തിരുന്നത് എന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ പരമോന്നത നീതിപീഠത്തിൻ്റെ നിർദ്ദേശങ്ങളെ കോൺഗ്രസ് മാനിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ നിയമമന്ത്രിയെ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നീക്കത്തിന് കോൺഗ്രസ് ധൈര്യപ്പെടുമോ? അതല്ല നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. കോടതിയുടെ ഒരു അവസാന വിധിയായിട്ട് ഇതിനെ കാണാൻ കഴിയുമോ? ഇല്ല. ഇപ്പൊ കോടതി സ്വാഭാവികമായും പല കേസുകളിലും ഇടപെട്ടുകൊണ്ട് സർക്കാരിനെയും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയെയും ഒക്കെ നേരെ ചൊവ്വെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇവിടെ കോടതി വിധി അനുകൂലമായിട്ട് വരുമ്പോൾ കോടതി വിധിക്ക് അനുകൂലമായി പ്രകടനം നടത്തി, കോടതി വിധി എതിരാകുമ്പോൾ കോടതി വിധിയെ എതിർത്തുകൊണ്ട് ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല ജനാധിപത്യത്തിൽ ശരി. അപ്പൊ ജനാധിപത്യത്തിന്റെ ശരിയായ മുന്നോട്ടുള്ള പോക്കിന് കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ അശ്വിനി കുമാർ രാജിവെക്കേണ്ടതില്ല എന്ന് UPA യോഗം തീരുമാനിച്ചതിന് പിന്നിൽ അശ്വിനി കുമാർ സംരക്ഷിച്ചു നിർത്തിയിരുന്നത് പ്രധാനമന്ത്രിയെയാണ്, അദ്ദേഹത്തിന്റെ അന്തസ്സിനെയാണ്, അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് എന്നതുകൊണ്ട് ആണ് അശ്വിനി കുമാറിന്റെ രാജി വേണ്ട എന്ന് UPA യോഗം അന്ന് തീരുമാനിച്ചത് എന്ന ഒബ്സർവേഷൻസ് ഉണ്ട്. അത് ശരിയാണെന്ന് തെളിയിക്കുന്നതല്ലേ ഇന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പൊ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആരോ സൂചിപ്പിച്ചതുപോലെ ഓരോ 3 മാസം കൂടുമ്പോഴും പ്രധാനമന്ത്രി രാജിവെക്കണം, ഈ ഗവൺമെന്റ് രാജിവെക്കണമെന്ന് അധികാരത്തിൽ വന്ന അന്ന് മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ അവസാന വിധി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാനുള്ള ഒരു ന്യായമായിട്ടുള്ള അവസരമുണ്ട്.